ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? നൊസ്റ്റാൾജി അടിച്ചുകൊണ്ട് പനിനീർ റോസുകളുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് പനിനീർ റോസ് ഏകദേശം 10-20 8 ഇഞ്ച് പോട്ടിൽ ബുഷ് പ്ലാന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഏകദേശം ഒന്നോ രണ്ടോ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ വില, അത് 8 ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ആയിരുന്നു, അതിൻ്റെ വില 280 റുപ്പീസ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബഡഡ് പ്ലാന്റ്സ് ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്രാഫ്റ്റഡ് പനിനീർ റോസുകൾ. അപ്പോൾ അതിൻ്റെ പ്ലാൻ സൈസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് 150 രൂപയാണ് വില. നമ്മുടെ ലോങ് വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഏകദേശം പകുതിയോളം നമുക്ക് സോൾഡ് ഔട്ടാണ്. ഇനിയും ഒരു 4-5 എണ്ണമൊക്കെ നമുക്ക് പ്ലാൻസ് അവൈലബിൾ ആണ്. ഈ പനിനീർ റോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സാധാരണയായി കിട്ടുന്ന പനിനീർ റോസുകൾ നീണ്ടു വളർന്ന് മേലോട്ട് പോകുന്നു. നമ്മളിങ്ങനെ പൂക്കുകയാണെങ്കിൽ പോലും മേലോട്ട് നോക്കണം ആ പൂങ്കുല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറേ പേർക്ക് പൂക്കാതെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അറേബ്യൻ പനിനീർ എന്നുള്ള വെറൈറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, അത് നമ്മുടെ നാട്ടിലുള്ള പനിനീരല്ലേ? അത് തന്നെയാണ്, പക്ഷേ അതിനൊരു പേര് അറേബ്യൻ പനിനീർ എന്നാണ് ആദ്യമേ പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് നമ്മൾ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. പനിനീര് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പനിനീർ റോസിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ ബ്രാഞ്ചും ബുഷായിട്ട് വളരും. നീണ്ട് ക്ലൈംബർ പോലെ പോകാതെ ബുഷായിട്ട് വളരും. അതുപോലെ എല്ലാ ബ്രാഞ്ചിലും നമുക്ക് മുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പനിനീർ റോസുകൾ. ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതിനകത്ത് എല്ലാ കൊമ്പിലും മുട്ടുകളുണ്ട്. അതുപോലെ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. ബഡ് പ്ലാന്റ് വളരെ വേഗം വളർത്തിയെടുക്കാൻ സാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോയ്സാണ് നമ്മുടെ പനിനീർ ഗ്രാഫ്റ്റഡ് റോസുകൾ. ഗ്രാഫ്റ്റഡ് റോസുകളിലും വളരെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം, ഇത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെയും. അപ്പോൾ അത് കാർട്ടിൽ ആഡ് ചെയ്യണം. അതിന് 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം എനിക്ക് മെസ്സേജ് ഇടുക. അതുപോലെ നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ എന്നല്ല, ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്തേക്കണേ.